കോട്ടയം ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ റാഗിംഗ് കേസിൽ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തും. സംഭവത്തിൽ KSUSFI സംഘടനകൾ നഴ്സിംഗ് കോളേജിലേക്ക് പ്രതിഷേധം നടത്തും. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ് ചേരുകയാണ്. ഗോകുൽ, പോലീസിന്റെ അന്വേഷണം ഏത് തരത്തിലാണ് ഇപ്പോൾ നടക്കുന്നത്? കഴിഞ്ഞ ദിവസം അത്യന്തം ഭീകരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ കൂടി അന്വേഷണം കൂടുതൽ വിപുലപ്പെടുത്തുന്നുണ്ടോ പോലീസ്? ഒപ്പം വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം എപ്പോഴാണ് കോളേജിലേക്ക് എത്തുക? ലക്ഷ്മി, ഈ വിഷയത്തിൽ ഇപ്പോൾ വലിയ പ്രതിഷേധം ഉണ്ടായി തുടങ്ങിയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ABVP പ്രവർത്തകർ പ്രതിഷേധവുമായിട്ട് കോളേജിനുള്ളിൽ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടെ KSUSFI പ്രതിഷേധം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ് അവിടെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ABVP പ്രവർത്തകർ അവർ മറ്റൊരു വഴിയിൽ കൂടി വന്ന് നേരിട്ട് കോളേജിനുള്ളിൽ പ്രവേശിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. പോലീസ് അറിയാതെയാണ് ഈ പ്രവർത്തകർ അകത്തേക്ക് കയറി വലിയ പ്രതിഷേധങ്ങൾ നടത്തിയത്. തുടർന്ന് പോലീസ് ഇവിടെ എത്തി മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് അല്പസമയം മുമ്പ് ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇനി അല്പസമയത്തിനകം തന്നെ മറ്റ് പ്രതിഷേധങ്ങൾ KSUവിൻ്റെയും അതോടൊപ്പം തന്നെ SFI പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധങ്ങൾ കൂടി ഇങ്ങോട്ടേക്ക് നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ പ്രതിഷേധങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് സന്നാഹങ്ങളൊക്കെ ഇവിടെ തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വരുന്ന ദിവസങ്ങളിലടക്കം വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒപ്പം പ്രതികളായിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും കൃത്യമായിട്ടുള്ള ശിക്ഷ ഉറപ്പാക്കണം, അല്ലെങ്കിൽ ഈ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വീഴ്ച പരിശോധിക്കണം എന്ന കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥി സംഘടനകൾ അടക്കം വലിയ പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഗാന്ധിനഗർ പോലീസിന്റെ അന്വേഷണവും വളരെ വേഗത്തിൽ തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഇന്ന് തെളിവെടുപ്പടക്കം അല്ലെങ്കിൽ മൊഴിയെടുപ്പടക്കമുള്ള നടപടികൾ ഇന്നും ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തുന്നുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളിൽ നിന്നും അതോടൊപ്പം തന്നെ കോളേജ് അധികൃതരിൽ നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മൊഴികൾ പോലീസ് ശേഖരിക്കുന്നുണ്ട്. കൂടുതൽ ആളുകൾ ഇരയായിട്ടുണ്ടോ, കൂടുതൽ പ്രതികൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയെടുക്കുന്നത്. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട സമാനമായിട്ടുള്ള മറ്റ് കേസുകൾ, മറ്റ് പരാതികൾ കൂടി ലഭ്യമാകുന്നുണ്ടെങ്കിൽ അത് മറ്റ് കേസുകളായി തന്നെ പരിഗണിച്ചുകൊണ്ട് അത്തരത്തിലുള്ള അന്വേഷണ നടപടികളിലേക്ക് കടക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ നമ്മളോട് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ കോളേജിൽ എത്തി പരിശോധനകൾ നടത്തിയിരുന്നു പോലീസ് അധികൃതർ. അതോടൊപ്പം തന്നെ ഹോസ്റ്റലിലടക്കം ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം ഈ റാഗിങ്ങിന് ഉപയോഗിച്ചിട്ടുള്ള സാമഗ്രികളൊക്കെ ഈ കോളേജ് ഹോസ്റ്റലിൽ നിന്നും പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ സംഭവത്തിൽ കോളേജ് അധികൃതർക്കോ ഹോസ്റ്റൽ അധികൃതർക്കോ എന്തെങ്കിലും തരത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടി പോലീസ് ഇതിനോടനുബന്ധമായിട്ട് പരിശോധിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും 5 പ്രതികൾ നിലവിൽ റിമാൻഡിലാണ്. അവരെ കസ്റ്റഡിയിൽ വാങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ആരംഭിച്ചതായിട്ട് ഗാന്ധിനഗർ പോലീസ് അറിയിച്ചിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയതിനു ശേഷം തെളിവെടുപ്പടക്കമുള്ള കൂടുതൽ കാര്യങ്ങൾ പ്രതികളുമായിട്ട് അല്ലെങ്കിൽ പ്രതികളെ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം നടത്തുമെന്നാണ് ഇപ്പോൾ പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും കർശനമായിട്ടുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ അതോടൊപ്പം തന്നെ പരിശോധന നടപടികൾ വളരെ വേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം പ്രതിഷേധങ്ങളും സമാന്തരമായി തന്നെ ഈ വിഷയത്തിൽ നടന്നുകൊണ്ടേയിരിക്കുന്നു. ലക്ഷ്മി, കോട്ടയത്ത് നിന്ന് ഗോകുൽ രമേശ്.